Hello dears, I'm back with a new content. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് idioms ആണ് അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്താണ് ക്ലാസ് ഇങ്ങനെ കൂടി വരാണ്. Now you people are in 7th standard കുറച്ചുകൂടി വലിയ മക്കളായി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ലാംഗ്വേജ് എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചുകൂടി ഇംഗ്ലീഷ് എന്തെങ്കിലും പഠിച്ച് വരണം അല്ലേ. നമ്മൾ എന്താണ് ഒരുപാട് വൊക്കാബുലറീസ് വാക്കുകൾ നമ്മൾ പഠിക്കണം. അതിന്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പഠിക്കണം. അതേപോലെ നമ്മൾ പ്രോവർബ്സ് പഴഞ്ചൊല്ലുകൾ പഠിക്കണം. അതേപോലെ നമ്മുടെ ഭാഷ ഇംപ്രൂവ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് idioms. idioms എന്ന് പറഞ്ഞാൽ എന്താ? നല്ലോണം ഇടിക്കുന്നവരാണോ? അതാണോ idioms? ഒരു ഇടി എന്നാണോ അർത്ഥം? പഞ്ച് തരുന്നതാണോ? നോ. idioms എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പ്രയോഗങ്ങൾ അല്ലേ. ഇപ്പൊ നമ്മൾ ചില മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രയോഗിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പറയും ഒരാൾ ചിലപ്പോൾ എന്താണ് മരിച്ചു പോയി, നമ്മൾ പറയും അയാൾ കാലിയായെന്ന് പറഞ്ഞ് നമ്മളൊരു വാട്ടർ ബോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കാലിയാക്കുന്ന പോലെ അയാൾ കാലി നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. വാട്ട് ഇറ്റ് മീൻസ് മൂപ്പര് തീർന്നു, ഫിനിഷ്ഡ് അല്ലേ, തീർന്നു നമ്മൾ പറയാറുണ്ട്. ആളെ തീർന്നു അല്ലെങ്കിൽ ആളെ കഥ കഴിഞ്ഞു, അങ്ങനെയൊക്കെ നമ്മൾ പല പ്രയോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ആ പ്രയോഗങ്ങൾ എന്താണ് അതിന്റെ ലിറ്ററലി മീനിങ്, അതിൽ നിന്ന് ചിലപ്പോൾ ഭയങ്കര വ്യത്യസ്തമായിരിക്കും എന്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇംഗ്ലീഷിലും എന്തുണ്ട്? ഇതേപോലുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഓക്കെ, ആ ചില പ്രയോഗങ്ങളാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇനി കൂടുതൽ വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള idioms നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രയോഗങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് idioms. ഓക്കെ, idioms. അപ്പൊ നിങ്ങൾക്കൊരു എന്താണ് തോന്നൽ, നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടാകും, എന്താണ് മിസ്സേ ഈ idioms തന്നെയാണോ പഴഞ്ചൊല്ലുകളും? നോ, പഴഞ്ചൊല്ലുകൾ പ്രോവർബ്സ് വേറെ, idioms എന്താണ് വേറെ തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. അപ്പൊ നമ്മൾ നോക്കിയ ആദ്യം തന്നെ എന്റെ ബാഗിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് once in a blue moon. നമ്മൾ ഇതിന്റെ ഓരോ വാക്കിന്റെ ലിറ്ററലി അർത്ഥം നോക്കിയാൽ നമുക്കറിയാം once in a blue moon അല്ലേ. എന്താണ്? നീല ചന്ദ്രനിൽ എപ്പോഴോ ഒരിക്കൽ അല്ലേ, ചന്ദ്രനിൽ ഏതോ ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കൽ ചന്ദ്രൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് എന്ത് ഇവിടെ പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ ശരിക്കും നമ്മുടെ പ്രയോഗത്തിൽ when we communicate, when we talk to others, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വല്ലപ്പോഴും നമ്മളെ വീട്ടിൽ കയറി വരുന്ന ഒരാൾക്ക് നമ്മൾ പറയില്ല ആണ്ടിൽ ഒരിക്കലേ വരാം, അല്ലെങ്കിൽ ആണ്ടിൽ ഒരിക്കലും എപ്പോഴെങ്കിലും നമ്മളെ വീട്ടിൽ ചില ആൾക്കാരുണ്ടാവും വല്ലപ്പോഴും ചൂല് തൊടുള്ളൂ, പഠിക്കാനൊക്കെ ഇരിക്കുള്ളൂ. അപ്പൊ നമ്മൾ പറയും എന്താണ് കൊല്ലത്തിൽ ഒരിക്കലേ ചെയ്യുള്ളൂ. ലൈക്ക് ദാറ്റ് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? once in a blue moon എന്നാ പറയാ. ഓക്കെ, once in a blue moon, വല്ലപ്പോഴും വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് once in a blue moon എന്നാണ് നമ്മൾ അതിന്റെ idiom പറയാം. നെക്സ്റ്റ് ഞാൻ നോക്കാം, ഇവിടെ നിങ്ങൾ നോക്കിയേ hit the hay എന്ന് ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. hit the hay. hit the hay എന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഒന്ന് പോയി ചവിട്ടാനാണോ? നൈസായിട്ട് കാലുകൊണ്ട് പോയിട്ട് ഒന്ന് തൊഴിക്കാനാണോ? അല്ല. hit the hay എന്ന് പറഞ്ഞാൽ എന്താ മീൻസ്? ഇവിടെ go to bed, നീ പോയിട്ട് കിടക്ക്, go to your bed, അതാണ് എന്ത് hit the hay എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? രാത്രി ചിലപ്പോൾ നിങ്ങളുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ ഇന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോയി പറയാം hit the hay എന്ന് പറയാ. അപ്പൊ hit the hay എന്ന് പറഞ്ഞാൽ അവർ എന്താ തൊഴിക്കാൻ വരാണോ ഇക്കാക്ക എന്നുള്ളത്? നോ, ഇതിന്റെ അർത്ഥം എന്താ? ശരിക്ക് നമ്മൾ എന്ത് ചെയ്യാ? go to your bed, നീ ബെഡിൽ പോയിട്ട് കിടക്ക് അല്ലേ, അതാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ എന്താ? tie the knot. നെക്സ്റ്റ് വൺ എന്താ? tie the knot. tie the knot എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് നമ്മളിപ്പോ എന്ത് ചെയ്യേണ്ടി സേവ് ദ ഡേറ്റിൽ നമ്മൾ ഇതൊക്കെ കാണാറുണ്ട്. tie the knot എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥം? ടു ഗെറ്റ് മാരീഡ് അല്ലെ, കല്യാണം കഴിക്കാൻ പോവാണ്. അതിന് നമ്മൾ എന്ത് പറയാറുണ്ട് പ്രയോഗമായിട്ട്? ടു tie the knot എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് വൺ നോക്കിയേ, eat crow. എന്താ ഇപ്പൊ ഇവിടെ പറയുന്നത്? eat crow, കാക്കനെ തിന്നാനാണ് ഇപ്പൊ നിങ്ങളോട് എന്നോട് പറയുന്നേ. eat crow, കാക്കയെ അങ്ങ് കഴിക്കൂ, കാക്കയെ തിന്നു. വാട്ട് ഈസ് ദ മീനിങ്? എന്താ അതിന്റെ അർത്ഥം? ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? ടു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് യു മേഡ് എ മിസ്റ്റേക്ക്. യു ഈറ്റ് ക്രോ, യു ഈറ്റ് യുവർ ക്രോ നമ്മൾ ഒരാളോട് പറയാണ്, നീ നിന്റെ കാക്കയെ തിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ച്വലി നമ്മൾ എന്തോ ഉദ്ദേശിക്കുന്നത്? നീ നിന്റെ തെറ്റ് നീ അംഗീകരിക്കും, നിനക്ക് തെറ്റ് പറ്റി എന്ന് നീ അംഗീകരിക്കേ, നീ അഡ്മിറ്റ് ചെയ്യാതെ. നിനക്കൊരു മിസ്റ്റേക്ക് പറ്റി, യെസ് യു ഹാഡ് എ മിസ്റ്റേക്ക്, യു അഡ്മിറ്റ് ദാറ്റ്. ചെയ്ത തെറ്റ് നമ്മൾ അംഗീകരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഈറ്റ് ദി ക്രോ എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഒരിക്കലും എന്ത് വിചാരിക്കുന്നത്? കാക്ക അങ്ങ് പച്ചക്കറി തിന്നലല്ല. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് bent out of shape. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? bent out of shape എന്താ നോക്ക മീനിങ്? ടു ഫീൽ അപ്സെറ്റ് or annoyed about something. ടു ഫീൽ അപ്സെറ്റ് അല്ലേ, ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ട് തോന്നും, നമുക്ക് ഭയങ്കര അപ്സെറ്റ് ആയിട്ട് തോന്നാം, ഭയങ്കര സങ്കടമായിട്ട് തോന്നാം. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറയാൻ എന്താ ഉപയോഗിക്കുക? bent out of shape അല്ലേ. അപ്പൊ bent out of shape എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ടു ഫീൽ അപ്സെറ്റ് അല്ലേ, നമ്മൾ ഒന്നെങ്കിൽ വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ annoyed about something, എന്തോ ഒരു കാര്യം ആലോചിച്ച് നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുക, നമ്മൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക, നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുക. ആ സിറ്റുവേഷന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഇഡിയം ആണ് bent out of shape എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കി നിങ്ങൾ,
cat got your tongue. എന്താ അതിന്റെ അർത്ഥം? Cat got your tongue എന്ന് ചോദിച്ചാൽ എന്താ അവിടെ? Can't you speak? നിനക്ക് എന്താണ് സംസാരിക്കാൻ പറ്റില്ലേ? Cat got your tongue. പൂച്ച നിന്റെ നാവ് പിടിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം ശരിക്കും എന്താണ് ഇവിടെ? Can't you speak എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് നോക്കി നിങ്ങൾ, snug as a bug in a rug. അങ്ങനെ പറഞ്ഞാൽ നമ്മൾക്ക് ഇത് എന്ത് ഭാഷ, ചൈനീസോ പേർഷ്യൻ എന്താ തോന്നുന്നു അല്ലേ? നോ, ഇത് നോക്കൂ, snug as a bug in a rug എന്ന് പറഞ്ഞാൽ എന്താ? warm and cozy, വളരെ സുഖമായിട്ട് എന്താണ് ഇങ്ങനെ സുഖിച്ച് ഇങ്ങനെ എന്താണ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു അതിന് നമ്മൾ എന്ത് പറയും? വാം ആൻഡ് കോസി അല്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയാ ഇവിടെ? സ്നഗ് ആസ് എ ബഗ് ഇൻ എ റേ. നോക്കൂ, ഇൻ എ റഗ്. ഓക്കെ, അടുത്ത നോക്കൂ, ഗോ ദി എക്സ്ട്രാ മൈൽ. ഗോ ദി എക്സ്ട്രാ മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് ആൻ എക്സ്ട്രാ എഫേർട്ട് എന്നാണ് പറയുന്നത്. ഗോ ദി എക്സ്ട്രാ മൈൽ. നീ എന്ത് ചെയ്യും? ഒരു മൈൽ കൂടി എക്സ്ട്രാ പോകുമെന്ന് പറയുന്നത് എന്താ? നീ എന്താണ് ഒരു മൈൽ കൂടി ഓടി വാ, അല്ലെങ്കിൽ നീ ഒരു മൈൽ കൂടി ഒന്ന് കാർ എടുത്ത് ഓടിയിട്ട് വാ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ്. അതല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താണ്? മേക്ക് ആൻ എക്സ്ട്രാ എഫേർട്ട്. നീ കുറച്ചുകൂടി എഫേർട്ട് എടുക്കണം. നോക്കൂ, നീ എക്സാം പാസ്സാവണമെങ്കിൽ നീ കുറച്ചുകൂടി എന്താണ്? നീ ഒന്ന് എഫേർട്ട് എടുക്കണം. നിനക്ക് ആ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ ശൈലി പറയേ, നിനക്ക് അത് കിട്ടണമെങ്കിൽ നീ കുറച്ചുകൂടി പണി എടുക്കണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. ആ ഒരു ശൈലി, ആ ഒരു അർത്ഥം വരുന്നതിന് നമ്മൾ എന്ത് പറയാ? ഗോ ദി എക്സ്ട്രാ മൈൽ എന്ന് പറയാം. അല്ലാണ്ട് ഒരു മൈൽ കൂടി നീ വണ്ടി ഓട്ടി വാ എന്നല്ല അതിന്റെ എന്ത് അർത്ഥം വരുന്നത്. അടുത്തത് നോക്കാം, ബട്ടർഫ്ലൈസ് ഇൻ മൈ സ്റ്റൊമക്ക്. എൻ്റെ വയറ് നിറച്ചും എന്താണ്? ബട്ടർഫ്ലൈസ് അല്ലേ? എന്താണ്? ചിത്രശലഭങ്ങൾ. എന്താ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ? ഇത് നമ്മളൊക്കെ പലപ്പോഴായിട്ട് സംസാരത്തിൽ പ്രയോഗിക്കാറുണ്ട്, നമ്മൾ കേൾക്കാറുമുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഫീലിംഗ് നെർവസ് അല്ലേ? നമ്മൾ സ്റ്റേജിന് മുന്നിൽ കയറി പ്രസംഗിക്കുന്ന സമയത്ത് നമ്മൾക്കിത് ഫീൽ ചെയ്യും. ബട്ടർഫ്ലൈ, ഐ ഫീൽ ലൈക്ക് ബട്ടർഫ്ലൈസ് ദേ ഫ്ലൈയിങ് ഇൻ മൈ സ്റ്റൊമക്ക് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഐ ഫീൽ നെർവസ്, വളരെ പേടിച്ചത്, അല്ലെങ്കിൽ എന്താണ് നെർവസ് എന്ന് നിൽക്കുന്ന സമയം ഒന്നും പറയാൻ പറ്റുന്നില്ല, ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ സ്റ്റേജിൽ പ്രസംഗിക്കാനൊക്കെ നിൽക്കുന്ന സമയം എന്താണ്? ദിസ് ഇസ് ഹാപ്പനിങ് അല്ലേ? ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ അപ്പം എന്താണ് അർത്ഥം? പക്ഷികൾ, നമ്മുടെ ബട്ടർഫ്ലൈസ്, ചിത്രശലഭങ്ങൾ നിങ്ങളുടെ എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലുണ്ടെന്നാണോ? നോ, അതല്ല അല്ലേ? ഇറ്റ് ഇസ് എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് എന്താണ്? ഇറ്റ് ഇസ് നെർവസ് അല്ലേ? ഫീലിംഗ് നെർവസ്, ദാറ്റ് ഇസ് ദ മീനിങ്. നെക്സ്റ്റ് വൺ നോക്കിയേ, ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ്. എന്താ ഇപ്പം ഇങ്ങനെ പറയാം? തീയിലേക്ക് അങ്ങോട്ട് പോവേ? നോ, വാട്ട് ഇസ് ദ മീനിങ്? ടു ഫെയിൽ സ്പെക്ടാക്കുലർലി. എന്ത് ചെയ്യാൻ? നമ്മൾ പോവാ അല്ലേ? അതിനാണ് എന്ത് പറയുന്നത് ഇവിടെ? ടു ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ആണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന കാര്യം, വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, വല്ലപ്പോഴും നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യം, വല്ലപ്പോഴും നാട്ടിൽ സംഭവിക്കുന്ന കാര്യം, വല്ലപ്പോഴും വരുന്ന ഒരാൾ, അങ്ങനെ വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ നോക്കി, ഇവിടെ വളരെ ഫ്രീക്കനായിട്ട് നല്ല എന്താണ് ട്രെൻഡ് ഹെയർ സ്റ്റൈലൊക്കെ വെച്ച് നല്ല നൈസായിട്ട് കണ്ണടൊക്കെ വെച്ചിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഹൂ ഈസ് ദാറ്റ്? കണ്ട എൻ്റെ ഒരു ചായ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? യെസ്, നോക്കൂ, ഇദ്ദേഹത്തിന് അത്ര ഹാൻസം അല്ല, എന്താ സ്റ്റൈലിഷ് അല്ല ഞാനല്ലേ? നോക്കൂ, ആസ് കൂൾ ആസ് എ കുക്കുംബർ. എന്താ അവിടെ പറഞ്ഞത്? ആസ് കൂൾ ആസ് എ കുക്കുംബർ. എന്താണ്? കക്കിരെ പോലെ തണുപ്പ്, കക്കിരെ പോലെ കൂൾ ആൻഡ് ചിൽ, ചാമിങ് ആണ് അല്ലേ? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കക്കിൻ്റെ അത്ര തണുപ്പുണ്ടെന്നാണോ? നോ. എന്താ ഉദ്ദേശം അവിടെ? വെരി കാം ആൻഡ് കമ്പോസ്ഡ് ആൻഡ് അൺട്രബിൾഡ് ബൈ സ്ട്രെസ്. വളരെ റിലാക്സ്ഡ്, വളരെ എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമ്മളെ ഉദയനാണ് താരത്തിൽ മറ്റേ ശ്രീനിവാസൻ കിടക്കുന്ന ഒരു രംഗം എനിക്ക് ഓർമ്മ എന്ത് കണ്ടപ്പോൾ എന്താ അവിടെ പറയുന്നത്? വെരി കാം, റിലാക്സ്ഡ്, എന്താണ്? നോട്ട് ഹാവിങ് എനി സ്ട്രെസ്, ഒരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാതെ വളരെ റിലാക്സ് ചെയ്ത് വളരെ എൻജോയ് ചെയ്തിട്ട് കിടക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ആസ് കൂൾ ആസ് എ കുക്കുംബർ. സോ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ എടുത്ത് ഇങ്ങനെ റിലാക്സ് കിടക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ഫീൽ ഐ എം കൂൾ ആസ് എ കുക്കുംബർ എന്ന് പറയാം. എനിക്കെന്ത് ഞാൻ എന്താണ്? ഐ ഫീൽ വെരി കാം, ഐ ഫീൽ വെരി എന്താണ് റിലാക്സ്ഡ് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്താണ് ഒത്തിരി ഇഡിയംസ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് യു എൻജോയ്ഡ്. ഇഡിയംസ് പഠിക്കുമ്പോൾ ഭയങ്കര തമാശ, ഭയങ്കര രസം, നമുക്ക് എന്ത് ചെയ്യാം? ഭയങ്കര ഫണ്ണി ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ സംഭവം ഫണ്ണി ആണെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ്? ഇറ്റ്സ് ടൈം ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് അല്ലേ? നിങ്ങളെ ഇംഗ്ലീഷ് എന്താണ് സെറ്റപ്പ് ആക്കി കൊണ്ടുവരേണ്ട ടൈമാണ്. നിങ്ങളിത് ഇംപ്രൂവ് ചെയ്ത് സംസാരിച്ചൊക്കെ ശീലിച്ച് തുടങ്ങേണ്ട സമയമാണ് ഇത്. നിങ്ങളുടെ ഈ 7th സ്റ്റാൻഡേർഡിൽ 7th ഈ ഒരു ഏജ് ഒക്കെ. ഓക്കെ, അപ്പോൾ അതിലേക്ക് എന്താണ് നമ്മുടെ ചെറിയ സൈലൻസിൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ത് ഈ പറയുന്ന കോണ്ടന്റ്സ് ഒക്കെ. ഓക്കെ, ഇനിയും ഒത്തിരി എന്തുണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അടിച്ചു പൊളിച്ച് പറയണം അല്ലേ? അത്യാവശ്യം ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് അറിയാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അത്യാവശ്യ കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും സംസാരിക്കാനും എന്ത് ചെയ്യണം? നമുക്കറിയണം. അതിന് നമുക്ക് എന്ത് വേണം? നമുക്ക് വാക്കുകൾ വേണം, വൊക്കാബുലറി വേണം, നമുക്ക് കാര്യങ്ങൾ അറിയണം. അതിനാണ് എന്ത്? വി ആർ ഹിയർ, Xylem is here. അപ്പോൾ ഇതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി കോണ്ടന്റ് വീഡിയോ ആയിട്ട് സൂൺ, ഹു വിൽ കം സൂൺ,
Anramis will come, okay? That means എന്താണ് ഞാൻ തന്നെ വരും, okay? So see you soon. And one more thing, ഇതിൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ please subscribe the channel. And one more thing എന്താണ്, you people have to comment in the comment box. നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം, okay? നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ പഠിക്കണം, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമന്റ് ആണ് എന്ത് വാല്യൂ, okay? So thank you so much.